Hi all, welcome again. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ പറഞ്ഞ കാര്യം വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്സാണ്. ആൻഡ് വി ആർ കണ്ടിന്യൂയിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്ന 3 പ്രോസസ്സുകളുണ്ട്. അഡിയാബാറ്റിക് ഉണ്ട്, ഐസോകോറിക് ഉണ്ട്, ഐസോബാറിക് ഉണ്ട്. ഈ 3 പ്രോസസ്സിലെയും വർക്ക് ഡൺ നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് work done during an adiabatic process. Okay, ഏത് പ്രോസസ്സാണ്? adiabatic പ്രോസസ്സാണ്. Okay, first of all I will draw the indicator diagram of a adiabatic process and it is here. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ സിസ്റ്റം എയിൽ നിന്ന് ബിയിലേക്ക് പ്രൊസീഡ് ചെയ്യുവാണ്. ഏത് പ്രോസസ്സാണ്? അഡിയാബാറ്റിക് പ്രോസസ്സാണ്. ക്ലിയർ അല്ലേ? അങ്ങനെ വോളിയം ചേഞ്ചസ് ഫ്രം V1 to V2. അതിനിടയിലുള്ള ചെറിയൊരു വോളിയം ചേഞ്ചാണ് ഡി വി. നമുക്കറിയാം ഡി വി വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ DW ആണ്. അത് PdV ആണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ നമ്മളെ കയ്യിൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്താ? ടോട്ടൽ വർക്ക് ഡൺ W is equal to വോളിയം ഇൻറ്റഗ്രൽ. Volume is actually changing from V1 to V2. So we are giving the limit from V1 to V2 and small work done PdV. Okay, so this expression we know already. This is the expression we are using for calculating what work done. Is it clear? നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും. ഡി വിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ബട്ട് ഹിയർ ദ ഫംഗ്ഷൻ ഇസ് പി. അപ്പം നമുക്ക് ആ പിയെ മാറ്റണം. ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ PV ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. അത് ഐസോതെർമൽ ഇക്വേഷൻ ആയിരുന്നു. അഡിയാബാറ്റിക്കിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? ഓർമ്മയുണ്ടോ? ഹൗ മെനി ഓഫ് യു ആർ റിമെമ്പറിങ് ദാറ്റ് ഇക്വേഷൻ? യെസ്, PV റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, PV raised to gamma equal to a constant. ഓർമ്മയില്ലേ? ക്ലിയർ അല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ എനിക്ക് പി എ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? P ഈസ് ഈക്വൽ ടു K ഡിവൈഡഡ് ബൈ V raised to gamma. ക്ലിയർ അല്ലേ? അപ്പോൾ പി എ നമുക്ക് K ബൈ V raised to gamma അല്ലെ K അല്ലെ എങ്ങനെ എഴുതാം? K ഇൻറ്റു V raised to മൈനസ് ഗാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പി എ നമ്മൾ ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ ഈസിലി എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, ഫോളോ മീ. സോ ഐ ആം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ പി. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, W വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ അല്ലേ V1 to V2. P എന്താണ്? K V raised to minus gamma into dV. അപ്പോൾ PdV. ക്ലിയർ? ഈ ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. K കോൺസ്റ്റൻ്റ് ആണ്. ടേക്ക് ഔട്ട് സൈഡ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ. ദെൻ V raised to minus gamma dV. അത് ഇൻ്റഗ്രേറ്റ് നമുക്ക് നന്നായിട്ട് അറിയാലോ. എന്താ വരിക? യെസ്, റൈറ്റ് ഡൗൺ W is equal to K പുറത്തെടുത്തു, ബാക്കി V1 to V2 V raised to minus gamma dV equal to K into V raised to minus gamma dV. അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ പറഞ്ഞു? യെസ്, V raised to minus gamma plus 1 divided by minus gamma plus 1 ലിമിറ്റ് V1 to V2 അല്ലേ? സോ V1 to V2. സോ നമുക്കിനി ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? K ഇൻറ്റു V2 കൊടുക്കണം അല്ലേ? ഞാൻ ഈ മൈനസ് ഗാമ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ശരിക്കും 1 മൈനസ് ഗാമയല്ലേ? അതിനെ പുറത്തേക്ക് ഇടാം. 1 മൈനസ് ഗാമ. അപ്പോൾ ബാക്കി എന്താ വരിക? V2 കൊടുത്തു കഴിഞ്ഞാൽ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക V1 raised to minus gamma plus 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 1 മൈനസ് ഗാമനെ പുറത്തെടുത്തിട്ടുണ്ടേ.
അപ്പോൾ ഇവിടെ വിൻ്റെ ഇടവ് മാത്രമേ ഉള്ളൂ, V2 മൈനസ് V1 റേസ് ടു. ഓക്കെ ഫൈൻ, ക്ലിയർ അല്ലേ? കൂടുതലൊന്നും പ്രശ്നമില്ലല്ലോ. റൈറ്റ്, ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഡിസൈഡ് ഫോമിലല്ല, ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ എം ഗോയിങ് ടു റീഅറേഞ്ച് ദിസ് എക്സ്പ്രഷൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, കെനെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ WC കിട്ടത്ത വരിക 1/1 മൈനസ് ഗാമ K ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് K ഇൻറ്റു V1 മൈനസ് ഗാമ പ്ലസ് 1. വ്യക്തമാണല്ലോ? കേന ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V2ൻ്റെ കൂടെ V1ൻ്റെ കൂടെയും K വരും അല്ലേ? റൈറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ത്രൂ ഔട്ട് പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും അല്ലേ? ഇനി നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ ഫോർ എൻ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ PV റേസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഈ നമ്മളെ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഏത് പോയിന്റ് എടുത്താലും PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് വേണ്ടിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിൽ P1 V1, അതായത് P1 V1 റേസ് ടു ഗാമ എന്ന് പറയുന്നതും രണ്ടാമത്തിൽ P2 V2 റേസ് ടു ഗാമ എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടത്തേക്ക് അഡോപ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, P1 V1 റേസ് ടു ഗാമ എന്ന് പറഞ്ഞാലും P2 V2 റേസ് ടു ഗാമ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ദേ ആർ സെയിം. ക്ലിയർ അല്ലേ? PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ് ഇക്വേഷൻ. ഡിഫറെൻറ്റ് പോയിന്റിൽ ഇപ്പോൾ എയിലാണെങ്കിൽ P1 V1 ആണ്, ബിയിൽ P2 V2 ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ അഡിയാബാറ്റിക്കിൻ്റെ ഇക്വേഷൻ ചെയ്തുകൊണ്ട് എന്താ വരിക, P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിയിലാണെങ്കിൽ P2 V2 റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ I can write P1 V1 raised to gamma equal to P2 V2 raised to gamma. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആൻഡ് ഡെഫിനറ്റ്ലി എന്താണ്, ദിസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് K അല്ലേ? അപ്പോൾ Kക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒന്നുകിൽ P1 V1 raised to gamma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ P2 V2 raised to gamma സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ ഇവിടെ നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇവിടെയും K ഉണ്ട്, ഇവിടെയും K ഉണ്ട്. അപ്പോൾ ഈ Kക്കും ഈ Kയും സെയിം K ആണ്. നമുക്ക് അതിന് പകരം ഐദർ P1 V1 റേസ് ടു ഗാമ അല്ലെങ്കിൽ P2 V2 റേസ് ടു ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ V2 അല്ലേ ഉള്ളത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, P2 V2 റേസ് ടു ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ഫോം കിട്ടും. അതേപോലെ ഇവിടെ P1 V1 റേസ് ടു ഗാമ എന്നത് ഈ കേക്കും കൊടുത്താൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? സോ അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് കിട്ടും, നോക്കോളൂ, W is equal to പുറത്ത് 1/1 മൈനസ് ഗാമ ഉണ്ട്, ഉള്ളിൽ K ഇൻറ്റു V2 എന്നാണ്. K എന്ന് പറഞ്ഞാൽ P2 V2 റേസ് ടു ഗാമ ഇൻറ്റു ഓൾറെഡി അവിടെ എന്തുണ്ട്, V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. കറക്റ്റ് അല്ലേ? മൈനസ് അടുത്ത K ഇൻറ്റു V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്നാ. Kക്ക് എന്ത് കൊടുക്കുക, P1 V1 റേസ് ടു ഗാമ ഇൻറ്റു എന്തുണ്ട്, V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ചെറുതാക്കുക. എങ്ങനെ ചെറുതാക്കാം, ഇറ്റ്സ് ക്ലിയർ. W is equal to 1/1 മൈനസ് ഗാമ, ഇവിടെ നോക്കിക്കോളേ, V2 റേസ് ടു ഗാമ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1. അപ്പോൾ എന്തായി മാറി, ഈ രണ്ട് പവർ നമുക്ക് ഒരുമിച്ചായിക്കൂടെ, എന്താ വരിക, V2 റേസ് ടു ഗാമയും മൈനസ് ഗാമയും പോയി, ആകെ ഒരു V2 റേസ് ടു 1 ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ശരിക്കും P2 ഇൻറ്റു V2 എന്നായി, മൈനസ് ഇവിടെ P1 ഇൻറ്റു ഈ V1 റേസ് ടു ഗാമയും V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്തായി, V1 ആവും. ഓക്കെ, സോ P1 ഇത് രണ്ടും കൂടിയാൽ ഗാമ മൈനസ് ഗാമ പോയി V1 റേസ് ടു 1 വരും, അതായത് P1. Okay, so work done is equal to 1/1 minus gamma into P2 V2 minus P1 V1. ഓക്കെ, നമുക്കിതിന് ഒരു എന്താ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇവിടുത്തെ ഒരു മൈനസിനെ പുറത്തേക്ക് എടുക്കാം. മൈനസ് പുറത്തേക്ക് വന്നാൽ ഇതെന്താവും, 1/1 മൈനസ് ഗാമ എന്നുള്ളത് പുറമെ വന്ന മൈനസ് കൊടുത്താൽ ഗാമ മൈനസ് 1 ആവും. ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു. ആ മൈനസ് ഞാൻ ഈ ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തു. എന്താ ഗാമ -1. അപ്പോൾ ഇവിടുന്ന് മൈനസ് പുറത്തേക്ക് വന്നാൽ ഇത് മൈനസ് ആകും, ഈ മൈനസ് ടേം പോസിറ്റീവ് ആകും. സോ P1 V1 മൈനസ് P2 V2 എന്നാകും. ക്ലിയർ അല്ലേ? സോ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. W is equal to 1/γ-1 P1 V1 മൈനസ് P2 V2. അപ്പോൾ ഇതാണ് അഡിയാബാറ്റിക് പ്രോസസ്സിലുള്ള വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ്പ്രഷൻ ഇപ്പോൾ ഉള്ളത് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ടേംസിലാണ്. നമുക്കതിനെ ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഉപയോഗിക്കാം. എന്താ അറിയോ? ഇവിടെ നോക്കുക. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്, ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ചിട്ട് P1 V1 ഈക്വൽ ടു RT1, അതായത് PV ഈക്വൽ ടു RT ആണ്. അപ്പോൾ P1 V1 ഈക്വൽ ടു RT1, അതായത് എയിലെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അതേപോലെ P2 V2 ഈക്വൽ ടു RT2, ബിയിലെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അതാണ് P2 V2 T2. കറക്റ്റ് അല്ലേ? ഐസോതെർമൽ അല്ല, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വേരി ചെയ്യും. റൈറ്റ്. ഇത് അഡിയാബാറ്റിക് പ്രോസസ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ ടേമിൽ വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ കിട്ടും. എന്താ കിട്ടുക? നിങ്ങൾ പറഞ്ഞു, W is equal to 1/γ-1 is there. ഓക്കെ. ബ്രാക്കറ്റിൽ നോക്കുക. P1 V1 എന്താ? P1 V1 RT1 മൈനസ് P2 V2 എന്താ? P2 V2 RT2. ആറിനെ പുറത്തേക്ക് എടുത്താൽ നിങ്ങൾക്ക് വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ കിട്ടി. W is equal to 1/γ-1. R പുറത്തേക്ക് വന്നില്ലേ? അപ്പോൾ R/, ഉള്ളിൽ T1 മൈനസ് T2. അപ്പോൾ പ്രഷർ, വോളിയത്തിൻ്റെ ടേംസിൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ വർക്ക് കാണാനുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി N മോളാണെങ്കിൽ ഇവിടെ N × R വരും, അത്രയേ ഉള്ളൂ. ഓക്കെ. അതായത് ഇവിടെ nRT1 വരുമായിരുന്നു, അപ്പോൾ N എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് അഡിയാബാറ്റിക് പ്രോസസ്സിൽ വർക്ക് കാണേണ്ട എക്സ്പ്രഷനും കിട്ടി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിലൊന്ന് റിവൈസ് ചെയ്ത് കാണാം. വീണ്ടും വീണ്ടും പറയുന്നില്ല, കാരണം വീഡിയോ ആയതുകൊണ്ട് എത്ര പ്രാവശ്യം വേണമെങ്കിലും പുറകിലേക്ക് റിവൈസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ. 2 പ്രാവശ്യം കണ്ടാൽ തന്നെ എല്ലാം ക്ലിയർ ആവും. ഓക്കെ. സോ നമുക്കിനി അടുത്ത 2 പ്രോസസ്സിലെ വർക്ക് ഡൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ first of all, we are going to calculate the work done during an isobaric process. Work done during an isobaric process. We know that equation for calculating work is given by W is equal to integral V1 to V2 P dV. Right? ചെയ്യട്ടെ. ഇവിടെ ഐസോബാറിക് പ്രോസസ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സാണ്. പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. ഫോർ ഐസോബാറിക് പ്രോസസ് pressure is a constant, so I can take P outside of the integration. So W is equal to P into volume integral V1 to V2 dV. Okay, and that's equal to P into integral dV and the V, limit V1 to V2. So W is equal to and P into limit കൊടുത്താൽ V2 minus V1. So you get work done during an isobaric process by, and the equation W is equal to P into V2 minus V1. Okay, അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോസസ് ആക്കുന്നത് ഐസോകോറിക് പ്രോസസ്. Okay, so we are going to calculate work done during an isochoric process. Okay, let us write down the equation. W is equal to volume integral V1 to V2 P dV. This is the process isochoric. That means volume constant. Okay, volume constant ആണ്. That means എപ്പോഴും ആ പ്രോസസ്സിൽ വോളിയം അൺചേഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലും
ബി എന്ന് പറയുന്ന പോയിന്റിലും സെയിം വോളിയം ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് അടുത്തടുത്ത പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. ദാറ്റ് മീൻസ് ഡി വി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി വി 0 ആണെങ്കിൽ ഡബ്ല്യു എന്താണ്? ഡെഫിനറ്റ്ലി 0 ആണ്. സോ ഫോർ എൻ ഐസോകോറിക് പ്രോസസ് വർക്ക് ഡൺ 0 ആണ്. വെരി ഇൻട്രസ്റ്റിംഗ് റിസൾട്ട് അല്ലേ? സോ ഒരു ഐസോബാറിക് പ്രോസസ്സിൽ ഇതാണ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ. അറ്റ് ദ സെയിം ടൈം ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ 4 പ്രോസസ്സിലും ഐസോതെർമൽ ലാസ്റ്റ് ലെക്ചറിൽ കണ്ടു, അഡിയാബാറ്റിക്കും ഐസോബാറിക്കും ഐസോകോറിക്കും നമ്മൾ ഇപ്പോഴെന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഈ ലെക്ചറിൽ കാൽക്കുലേറ്റ് ചെയ്തു വർക്ക് ഡൺ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ അവസാനം കിട്ടിയിരിക്കുന്നത്. വർക്ക് ഡൺ ഡ്യൂറിങ് എൻ ഐസോകോറിക് പ്രോസസ് ഈസ് 0. ഓർമ്മയുണ്ടാവുമല്ലോ? ഓക്കെ, ഇനിയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ അഡിയാബാറ്റിക്സും ഐസോതെർമൽ, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പോകുന്ന 2 ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ്. ആ 2 ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൻ്റെ സ്ലോപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിലാണ്. അത് കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നിട്ട് തെർമോഡൈനാമിക്സിൻ്റെ മറ്റ് പല നമുക്ക് 0th ലോ ഫസ്റ്റ് ലോ അങ്ങനെ കുറേ ലോ പഠിക്കാനുണ്ട്. അതിലേക്കൊക്കെ കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ലോ ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഈസിയാണ്. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിക്കാൻ പറ്റും, അപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.